ആ സ്റ്റുഡൻസ് കുറഞ്ഞു പോകുന്നതാണോ ചിന്ത? കുറഞ്ഞുകൊള്ളട്ടെ. നമ്മള് കച്ചവടം നടത്താനല്ലല്ലോ ഇവിടെ ഉള്ളേ, ഇത്രയും നാൾ അതല്ലല്ലോ ചെയ്തിട്ടുള്ളത്. ഹിജാബ് വിഷയത്തിൽ വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ചകളൊക്കെ. അതിപ്പോഴും കേട്ടടങ്ങിയിട്ടില്ല. ഇതിൽ ഇരകളായി തീർന്നിരിക്കുന്നത് കുറച്ച് കന്യാസ്ത്രീകളും അവരുടെ മാനേജ്മെൻറ്റും, പ്രത്യേകിച്ച് ആസ് എ ഹോൾ കാത്തലിക് സഭയുമാണ് എല്ലാവരും കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കാത്തലിക് സഭയെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ശരി, അവർക്ക് അവരുടേതായ പള്ളിയുണ്ട്, അവർക്ക് അവരുടേതായ സ്ഥാപനങ്ങളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, പിന്നെ കോളേജുകളുണ്ട്, സ്കൂളുകളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ അവരവരുടെ കുട്ടികളെ മാത്രമേ, അല്ലെങ്കിൽ കാത്തലിക് സഭയിൽ നിന്നുള്ള കുട്ടികളെ മാത്രമേ പഠിപ്പിക്കുള്ളൂ എന്നുള്ളൊരു ചിട്ട എങ്ങും അവർക്കില്ല. എല്ലാ കുട്ടികളും അവിടെ ചെന്ന് അഡ്മിഷൻ എടുക്കാറുണ്ട്. പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾ നന്നായിട്ട് നല്ല ഡിസിപ്ലിനോട് കൂടിയാണ് പുറത്തവർ വരാറുള്ളത്. നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഇവിടുത്തെ ഈ പൊതു നന്മയെ വളർത്താൻ വേണ്ടി, വിദ്യാഭ്യാസം വളർത്താൻ വേണ്ടി, നമ്മുടെ പൗരന്മാരെ ബലപ്പെടുത്താൻ വേണ്ടി ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. എന്നിട്ട് നമുക്ക് എന്താണ് ഗുണം അതുകൊണ്ടുണ്ടാകുന്നത്? അതുകൊണ്ട് തന്നെ ഒരു കുട്ടി അവിടെ ചെന്ന് ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് അറിയാം, ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നന്നായിട്ട് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ ചിട്ടകളുണ്ട്, അവരുടെ റൂൾസ് ഉണ്ട്, അതൊക്കെ ഞാൻ പാലിക്കേണ്ടവരാണ് എന്നുള്ള നന്നായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മൗനമായി സമ്മതിച്ചുകൊണ്ടാണ് ആ സ്കൂളിൽ അല്ലെങ്കിൽ ആ കോളേജിൽ അവർ പ്രവേശനം സാധ്യമാക്കിയെടുക്കുന്നത്. ആലോചിച്ച് നോക്കൂ, വിദ്യാഭ്യാസം നടത്തേണ്ട ആരുടെ ഉത്തരവാദിത്വം? സഭയുടെ ഉത്തരവാദിത്വം? സർക്കാർ ചെയ്യേണ്ടതല്ലേ? സർക്കാർ ഇതുപോലെ മുതൽ മുടക്കുമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സർക്കാരിന്റെ അവസ്ഥ? ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്താകുമായിരുന്നു കേരളത്തിലെ ഇത്രയധികമുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പണം മുടക്കേണ്ടിയിരുന്നത്? അതിന്റെ സ്ട്രക്ചർ ഇപ്പൊ ചിലർ എയ്ഡഡ് സ്കൂള് പണം മറ്റേ സർക്കാർ തന്നുകൊണ്ട് വരുമ്പോഴും അതിന്റെ ബേസിക് ആയിട്ടുള്ള മൂലധനം ചെയ്തിട്ടുള്ള ആരാ? അത് ബിസിനസിന് വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ എന്താ ബിസിനസ് ചെയ്യാൻ അറിയാത്തവരാണെന്നാണോ വിചാരം ക്രൈസ്തവര്? അപ്പോ ആലോചിക്കേണ്ടത്, ഗൗരവമായി ആലോചിക്കേണ്ടത്, നമ്മൾ ഈ സമൂഹത്തിന് ചെയ്യുന്ന നിസ്വാർത്ഥമായ വലിയ 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 സേവനം. ആരെയും സപ്പോർട്ട് ചെയ്യാതെ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ സ്കൂൾ എന്ന് പറയുന്നത് അവിടെ നിശ്ചയമായിട്ടും യൂണിഫോം ഉണ്ടായിരിക്കും. എന്തിനാണ് യൂണിഫോം? യൂണിഫോം എന്ന് പറയുന്നത് ഞാൻ ക്രിസ്ത്യാനി, ഞാൻ ഹിന്ദു, അല്ലെങ്കിൽ ഞാൻ മുസ്ലിം എന്നുള്ളത് എടുത്തു കാണിക്കാതെ സകല കുട്ടികളെയും ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിഫോം എന്ന് പറഞ്ഞത് ആ ഒരു ചിട്ട കൊണ്ടുവന്നിരിക്കുന്നത്. മറുഭാഗത്ത് ഹിജാബ് അല്ലെങ്കിൽ അബായ ധരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം മറച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ആകർഷക വസ്തുവായി തീരാതെ തങ്ങളെ തന്നെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹിജാബും പിന്നെ അബായും ഒക്കെ അവർ ധരിക്കുന്നത്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾക്കും അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഹിജാബ് ഇടുന്നതിൽ അവർക്ക് അതിൻ്റെതായ അർത്ഥമുണ്ട്. യൂണിഫോം ഒരു സ്കൂളിൽ ആക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ അതിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. അതിൻ്റെതായ അർത്ഥങ്ങൾ മനസ്സിലാക്കി ചെയ്തു പോയാൽ രണ്ട് കൂട്ടർക്കും നല്ലതാണ്. ഒരു സ്കൂളിൻ്റെ 4 ചുവരിനുള്ളിൽ നിൽക്കേണ്ട കാര്യങ്ങൾ ഇത്രത്തോളം വലിച്ചു നീട്ടിയത് പുറത്തു കൊണ്ടുവന്നും പരിഹാസമാക്കിയത് നിശ്ചയമായിട്ടും അതൊരു പോരാഴിക തന്നെയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. എന്നാൽ ഇന്നും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഈ വിഷയങ്ങളൊന്നുമില്ല, ഒരു മുഖവരിയായിട്ട് അതെല്ലാം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ചത് അവിടുത്തെ പ്രിൻസിപ്പളായിരിക്കുന്ന ആ കന്യാസ്ത്രീ, അവരുടെ സമീപനം, അവരുടെ റിയാക്ഷൻ, അവരുടെ സംസാരം, ഇതെല്ലാം ഞങ്ങളെ ഒത്തിരി ആകർഷിച്ചു. എത്രയോ ചാനലുകൾ അവർക്ക് ചുറ്റും നിന്ന് സംസാരിക്കുന്നു, അവരോട് ചോദ്യം ചോദിക്കുന്നു. എത്രയോ സമ്മർദ്ദത്തിൻ്റെ നടുവിലാണ് ആ സ്ത്രീ അവിടെ നിന്ന് സംസാരിക്കുന്നത്. തന്നെയുമല്ല എത്രയോ കാഴ്ചക്കാർ ഈ സോഷ്യൽ മീഡിയയിലൂടെ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് കോടതിയും കേസും, മറുഭാഗത്ത് വക്കീലും പോലീസും അവരെല്ലാം അവിടെ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുന്നു. അതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങൾ അവരെ ചോദ്യം ചെയ്യുന്നു. മറുഭാഗത്ത് സഭ അവരെ ചോദ്യം ചെയ്യുന്നു. മന്ത്രിയും രാജാക്കന്മാരും മറ്റൊരു ഭാഗത്ത്. ഇങ്ങനെ ചോദ്യശരങ്ങളുടെ മുൻപിലാണ് ഒരു സ്ത്രീ അവർ നിന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചെടുക്കുന്നത്. നമ്മൾ അനേകം പൊളിറ്റീഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഊതി ഒറ്റ തെറുപ്പിന് നമ്മളെ അകലെ എറിഞ്ഞു കളയും. എന്നാൽ ഇവരുടെ സമീപനം, ഇവരുടെ ചിരിച്ചുകൊണ്ടുള്ള ഓരോ മറുപടിയും, അവർ ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പക്ഷെങ്കിൽ അവരുടെ സമീപനം ആകെ മൊത്തം ഞങ്ങൾ വീക്ഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായതും അവരുള്ളിൽ സൂക്ഷിക്കുന്ന ആ സമാധാനം, ഇത്രയും സമ്മർദ്ദങ്ങൾ അനുഭവിച്ചിട്ടും, ഇത്രയും ചോദ്യശരങ്ങൾ ഉയർന്നിട്ടും, സോഷ്യൽ മീഡിയയിൽ ഇത്രയും അവരെ അപഹാസ്യപ്പെടുത്തിയിട്ടും അവർ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആ സമാധാനം അവരുടെ മുഖത്ത് ഞങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാനും കാണാനും കഴിഞ്ഞു. ഒരു കന്യാസ്ത്രീയെ ഞാൻ ഭയങ്കരമായി സ്നേഹിച്ചത് അല്ലെങ്കിൽ ബഹുമാനിച്ചത് ഈ സ്ത്രീയുടെ ഒരു സമീപനം നിമിത്തമാണ്. നമ്മുടെ ചുറ്റുപാട് ഓരോ വിഷയങ്ങൾ സംഭവിക്കുമ്പോഴും ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നമുക്കതിൽ നിന്ന് എന്താണോ പഠിക്കാനുള്ളത്, ആത്മീകമായി ദൈവം നമ്മളോട് സംസാരിക്കുന്ന വിഷയം എന്താണെന്നുള്ളതാണ് ഞങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നത്. എനിക്കൊരു അമ്മച്ചിയെ പരിചയമുണ്ട്. ആ അമ്മച്ചി പണ്ട് കാലത്തൊക്കെ ഈ
മലയാള മനോരമ ന്യൂസ് പേപ്പർ വായിക്കുമായിരുന്നു. വീട്ടിൽ വരുത്തി അതിരുന്ന് മൊത്തം സമയം കിട്ടുമ്പോൾ അത് മൊത്തം ഇരുന്ന് പഠിക്കുന്ന ഒരു ശീലം ഈ അമ്മച്ചിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പിന്നെ ഇന്ദിരാഗാന്ധിയൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് അവരെ കൊന്നതും അവരുടെ കൂടെയുള്ള സെക്യൂരിറ്റി ഗാർഡ് തന്നെ അവരെ ചതിച്ചതും അവരെ കൊന്നുകളഞ്ഞ വാർത്തയൊക്കെ ന്യൂസ് പേപ്പറിൽ വരുന്നത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുമായിരുന്നു. അതെല്ലാം വായിച്ചു വർഷങ്ങൾക്കപ്പുറത്ത് ഈ അമ്മച്ചി ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്തെന്ന് അമ്മച്ചിക്ക് ഒരു രീതിയിലും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് ഞാൻ കണ്ട സ്വപ്നം എന്താണ്, എനിക്ക് അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരണം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്ന് എപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് ഈ ഇന്ദിരാഗാന്ധിയുടെ വിഷയം ഓർമ്മ വന്നു. ഇന്ദിരാഗാന്ധി രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി തൻ്റെ ജോലിക്ക് വേണ്ടി പോകുന്നതും അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് തന്നെ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നതെല്ലാം ഇങ്ങനെ വായിച്ചത് മൊത്തം ഓർമ്മയിലേക്ക് വരികയാണ്. പെട്ടെന്ന് അതിനെ ഈ സ്വപ്നമായിട്ട് കോറിലേറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് അമ്മച്ചിക്ക് മനസ്സിലായി ചതിക്കുന്ന ശക്തികൾ അമ്മച്ചിയുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ടെന്നും ഇത് അമ്മച്ചിയെ ട്രാപ്പിലാക്കാൻ നോക്കുന്നുണ്ടെന്നും മനസ്സിലാക്കി പെട്ടെന്ന് ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അമ്മച്ചിക്ക് പൂർണ്ണ വിടുതൽ ആ വിഷയത്തിൽ ഉണ്ടായത് ഞങ്ങളോട് പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ദൈവത്തിന് എന്താണ് നമ്മളോട് സംസാരിക്കാനുള്ളത്, നമ്മുടെ ചുറ്റുപാടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ദൈവത്തിന് നമ്മളോട് എന്താണ് സംസാരിക്കാനുള്ളത്. ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഓരോ ഇൻസ്ട്രുമെൻസും ഉപയോഗിക്കുമ്പോൾ ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇതിൽ നിന്ന് ദൈവത്തിന് എന്താണ് അതിനോട് സംസാരിക്കാനുള്ളത്. ഞാനൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ അതിൽ കൂടെ ദൈവത്തിന് എന്താണ് സംസാരിക്കാനുള്ളത്. അല്ല, നമ്മളൊരു കർഷകരാണെങ്കിൽ ഫാമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ആ ചെയ്തികളിൽ ദൈവത്തിന് എന്താണ് നമ്മളോട് സംസാരിക്കാനുള്ളതെന്നും അന്ന് മുതൽ ഞങ്ങളും ശ്രദ്ധിക്കുവാൻ തുടങ്ങി. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഓരോ വിഷയങ്ങളും ദൈവത്തിൻ്റെ വചനം വായിച്ചു കഴിഞ്ഞാൽ ഉപമ കൂടാതെ യേശു ശിഷ്യന്മാരോട് ഒന്നും സംസാരിച്ചില്ല. ഉപമകൾ കൂടെയാണ് യേശു സകലതും പഠിപ്പിച്ചെടുത്തത്. അങ്ങനെയെങ്കിൽ ഇന്നും ഈ കാലത്തും കർത്താവ് യേശു ക്രിസ്തു ഉപമകൾ കൂടെ നമ്മളോട് പലതും സംസാരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അത് മനസ്സിലാക്കാനോ കേൾക്കാനോ കഴിയാതെ കൊണ്ട് നമ്മളതിനെല്ലാം തള്ളി മാറ്റുന്നതാണ് ഒരു ക്രിസ്ത്യാനി സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ അതിനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിന് നമ്മളോട് എപ്പോഴും നമ്മളോട് സംസാരിക്കാൻ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ കന്യാസ്ത്രീയെ ഞങ്ങൾ നന്നായി ശ്രദ്ധിച്ചപ്പോൾ ഇത്രയും സമ്മർദ്ദത്തിൻ്റെ നടുവിൽ അവർ ആ മുഖത്ത് സൂക്ഷിക്കുന്ന ആ പുഞ്ചിരി, അവരുടെ ഉള്ളിൽ അവർ സൂക്ഷിക്കുന്ന ആ സമാധാനമൊക്കെ ഞങ്ങളെ ഒത്തിരിയും ആകർഷിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഒത്തിരിയും സ്നേഹം തോന്നിയ ഒരു ബഹുമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു ഈ കന്യാസ്ത്രീയുടെ ഈ സമീപനം, അവരുടെ ആറ്റിറ്റ്യൂഡും. അതെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, മഹത്വത്തിന് പ്രത്യാശയാകുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും സമ്മർദ്ദങ്ങൾ എത്ര അലയടിച്ചാലും സമുദ്രത്തിലെ തിരമാല പോലെ അത് നമ്മുടെ ജീവിതത്തിന് ചുറ്റും വന്നാലും ഇത്രത്തോളം നിനക്ക് വരാം. ഇത് കടക്കരെന്ന് പറഞ്ഞ് അതിര് വെച്ച് നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കർത്താവ് യേശുവിനെ നമ്മൾ എത്രത്തോളം സ്വന്തമാക്കുന്നുവോ ആ ഒരു സമാധാനം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ഇത് തന്നെയാണ് ഞങ്ങൾ കണ്ടു മനസ്സിലാക്കിയ സന്ദേശം. ആ സന്ദേശം നിങ്ങളോടും കൈമാറുന്നു. ദൈവമേ കർത്താവ് നമ്മൾ ഏവരെയും സഹായിക്കട്ടെ. ഇത് അംഗീകരിച്ചില്ലേലും കുഴപ്പമില്ല, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ അവഹേളിക്കരുത്. ആ സമർപ്പിത വസ്ത്രം ഉണ്ടല്ലോ, അതാണ് ഈ കേരളത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും പിന്നിലുള്ളത്.